ബയേണിന്റെ മൊലീസയുടെ ഒരു കംബാക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഞാൻ ഇന്ന് രാത്രി ഇപ്പോൾ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് പറഞ്ഞുള്ള അവസ്ഥയിലാണ്. എന്തായാലും PSG ബയേൺ അഗെയിൻ അത്രയും ഗോളുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും സ്റ്റിൽ അവസാന നിമിഷം വരെ നമ്മളെ എല്ലാവരെയും ത്രില്ലടിപ്പിച്ച് എൻ്റർടൈൻ ചെയ്ത ഒരു മത്സരം. അതിൻ്റെ ഒടുവിൽ PSG ഡിഫെൻഡിങ് യൂറോപ്യൻ ചാമ്പ്യന്മാരായ PSG അവർ ആസ്നലുമായിട്ടുള്ള ബുഡപെസ്റ്റിലെ ആ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. കുറേ ഇൻസിഡൻറ്റുകൾ നടന്ന മത്സരം, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഏറ്റവും വലിയ ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് ആദ്യം തന്നെ നമുക്ക് പറഞ്ഞ് ആ ഒരു ഡൗട്ട് അങ്ങോട്ട് ക്ലിയർ ചെയ്തേക്കാം അല്ലേ. ജോൺ നെവസിൻ്റെ ഒരു ഹാൻഡ് ബോൾ അപ്പീൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അത് എന്തുകൊണ്ട് ബയേണിന് കിട്ടിയില്ല എന്നുള്ള ഒരു വലിയ പ്രതിഷേധം ആ പ്ലെയേഴ്സും ഫാൻസും ഈവൻ വിൻസെന്റ് കോമ്പനിയും എല്ലാവരും ആ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ റൂൾ എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് ഇപ്പോൾ റൂൾസിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്ലെയർ പെനൽറ്റി ബോക്സിൽ ക്ലിയറൻസ് നടത്തുകയാണെങ്കിൽ അത് സ്വന്തം ടീംമേറ്റിൻ്റെ കയ്യിൽ അടിക്കുകയാണെങ്കിൽ, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം വിറ്റീനിയയുടെ ആ ഒരു ക്ലിയറൻസ് ജോൺ നെവസിന്റെ കയ്യിലാണ് കൊണ്ടത്. കൈ എവേ ഫ്രം ദ ബോഡി ആണെങ്കിൽ കൂടി ആ ഒരു ക്ലിയറൻസ് ഒരു ടീംമേറ്റിന്റെ കയ്യിൽ നിന്നാണ് വരുന്നത്. അതൊരു ഡയറക്റ്റ് ഗോൾ ഓപ്പർച്യൂണിറ്റീനെ ഡിനൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പെനൽറ്റി കൊടുക്കാനുള്ള ഒരു റൂൾ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഒരു റൂൾ ബുക്ക് പറയുന്ന സാധനം. എന്തായാലും അതൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മത്സരത്തിൽ നിന്നും ബാക്കി നമ്മൾ മനസ്സിലാക്കിയ 5 മെയിൻ കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ഗോളിൽ നിന്ന് തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം അല്ലേ. നമ്മുടെ ക്വീച്ച ക്വാററ്റ്സ്കെലിയ കഴിഞ്ഞ ലെഗിൽ നമ്മൾ കണ്ടതാണ് എത്ര ഇൻറ്റൻസ്ലി ആണ് ആൾക്കാരെ ടേക്ക് ഓൺ ചെയ്തിരുന്നതെന്ന്. ഈ ഒരു മത്സരത്തിൽ ആ തുടക്കത്തിൽ ശരിക്കും ഒരു ലോട്ടറി അടിച്ച് കിട്ടിയ പോലെയായിരുന്നു. അത്രയും ആ ഒരു സ്പേസ് ക്വാററ്റ്സ്കെലിയയ്ക്ക് റൺ ചെയ്യാനുണ്ടായിരുന്നു. കോൺറാഡ് ലൈമറിനെ ആ ഒരു റൈറ്റ് ബാക്കിൽ കളിച്ചിട്ട് എനിക്ക് തോന്നുന്ന കമ്പനി പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, ഓൾ ഔട്ട് അറ്റാക്ക്. ലൈക്ക് ഫുൾ ബാക്ക് ആണ് ഒരു ഡിഫെൻസീവ് ഡ്യൂട്ടി നിങ്ങൾക്ക് ഉണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ത്രൂ ഔട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്തോളൂ. ഒലീസെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഒലീസേനെയും ഓവർലാപ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്തോളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻസ്ട്രക്ഷനിലായിരുന്നു എന്തായാലും കോൺറാഡ് ലൈമർ കളിയിലുടനീളം. ഇവൻ ആ തുടക്കത്തിലെ ഗോള് കൺസീഡ് ചെയ്തതിന് ശേഷവും ലൈമർ വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. കാരണം അതാണ് കോമ്പനിയുടെ ഒരു ഫിലോസഫി. നമുക്കറിയാം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ബേൺലീനെ ചാമ്പ്യൻഷിപ്പിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഫുട്ബോൾ കളിപ്പിച്ച് പ്രീമിയർ ലീഗിൽ കൊണ്ടുവന്നു. എന്നിട്ട് പലരും പറഞ്ഞിരുന്നു ഈ ഒരു ഫുട്ബോൾ നിങ്ങൾ കളിക്കരുത്, കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും റെലഗേറ്റ് ആവും. ഇത്രയും ഓപ്പൺ ആയിട്ട് പ്രീമിയർ ലീഗിൽ ഒരു പ്രൊമോട്ടഡ് ടീമൊക്കെ ആയിട്ട് വന്ന് നിങ്ങൾ കളിച്ചാൽ നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യാനാണ്. ആ സീസണിൽ ബേൺലി റെലഗേറ്റ് ആവുകയും ചെയ്തു. പക്ഷെ കമ്പനി പുള്ളിയുടെ ആ ഒരു ഫിലോസഫി വിട്ടില്ല. പുള്ളി ആ ടീമിനെ വെച്ച് ഞങ്ങൾ 3 or 4 കൺസീഡ് ചെയ്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, എൻ്റെ ടീം ഇങ്ങനെ കളിക്കുകയുള്ളൂ, ഇത്രയും പ്രോഗ്രസീവായിട്ട് ഇത്രയും ഓപ്പൺ ആയിട്ടേ ഞങ്ങൾ കളിക്കുകയുള്ളൂ, ഞങ്ങൾ അങ്ങനെ 10 പേരെ ബോളിൻ്റെ പുറകിൽ വെച്ചെന്നുള്ള കളിയൊന്നും ഞങ്ങൾ ബേൺലി ആണെങ്കിൽ പോലും കളിക്കില്ല. അത്രയും ധീരനായ ഒരു കോച്ചാണ് ശരിക്കും. അത് ശരിക്കും സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പുള്ളിയുടെ ആ ഫിലോസഫിയാണ്. അതിനെ വിട്ടൊരു ഒരു ഇതുമില്ല എന്നുള്ള ഒരു പോളിസിയാണ്. എന്തായാലും ആ ഒരു സ്റ്റിൻറ്റിന് ശേഷം ബേൺലി റെലഗേറ്റ് ആയെങ്കിലും കോമ്പനിക്ക് നമുക്കറിയാം ബയേണിൽ ഒരു റോള് കിട്ടി. ആൻഡ് അവിടെ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ഈ ടീമിനെ കോച്ച് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഒരു പെർഫെക്റ്റ് ഫിറ്റും കൂടിയാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, കമ്പനി നൽകിയ ആ ഒരു ഇൻസ്ട്രക്ഷൻ വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ പാലിച്ച ലൈമർ പിന്നിൽ ഒരുപാട് സ്പേസ് ലീവ് ചെയ്തു. ക്വാററ്റ്സ്കെലിയ അങ്ങോട്ട് റണ്ണ് മേക്ക് ചെയ്തു. ബോക്സിന്റെ അവിടെ എത്തി ഒരു ക്രോസ് നൽകി. ഡെംബെലെ കംപ്ലീറ്റ്ലി അൺമാർക്ക്ഡ് ഇൻസൈഡ് ദ ബോക്സ്. എങ്ങനെ ഡെംബെലെ അവിടെ എത്തിയെന്നറിയില്ല. ആരെങ്കിലുമൊക്കെ ഇയാളെ മാർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ഈസി ആയിട്ട് നിന്ന ഡെംബെലെ ആ ഒരു ഫിനിഷ് ആ നെറ്റിന്റെ റൂഫിലേക്ക് പ്ലാൻ ചെയ്തു. PSG ഒരു ഏർലി ഗോൾ നേടിയെടുത്തു. ശരിക്കും ഈ ഒരു മത്സരത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ആ ഒരു ഏർലി ഗോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം നമുക്കറിയാം ആ ഒരു ലീഡ് 2 ഗോളിന്റെ ഒരു അഡ്വാൻറ്റേജ് ആക്കി PSG ഉയർത്തി. അത് മാത്രമല്ല ബയേൺ ഓൾറെഡി കളി ചേസ് ചെയ്യായിരുന്നു അഗ്രിഗേറ്റിൽ. പിന്നെ ഇവിടെയും ചേസ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യകത വന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർ ഒരുപാട് ഓപ്പൺ ആവാൻ തുടങ്ങി. ലൈക്ക് അവരെന്തായാലും ഓൾ ഔട്ട് അറ്റാക്ക് പ്രയോഗിക്കാൻ തുടങ്ങി. പല സമയങ്ങളിലും നമുക്കറിയാം PSG കൗണ്ടറിൽ അവസരങ്ങൾ ഉണ്ടായിരുന്നു, അതവർക്ക് പക്ഷേ കൺവേർട്ട് ചെയ്യാനായില്ലെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിൽ ഈ 2 ടീമിൻ്റെയും അപ്രോച്ച് എന്തായിരിക്കും എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവർ ഈ മത്സരം തുടങ്ങിയതും. ബയേൺ ആ ഒരു ലീഡ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കളിയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് പോയി. PSG ആ ഒരു ഓപ്പർച്യൂണിറ്റി സെൻസ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ കൗണ്ടർ അറ്റാക്കിൽ ബയേണിനെ ഹേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇത്രയൊക്കെ തുടക്കത്തിലെ പുഷ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ബയേൺ ആ മത്സരത്തിന്റെ അവസാനം വരെ ആ ഒരു ഗോളിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് PSG യുടെ ആ ഒരു ഡിഫൻസിന്റെ പെർഫോമൻസ് തന്നെയാണ്. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങോട്ട് വരാം.
PSG കളിക്കാരെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് ആദ്യം തന്നെ സംസാരിക്കാനുള്ളത് അവരുടെ ഗോൾ കീപ്പറായ മാറ്റ്വേയ് സഫനോവിനെ കുറിച്ചാണ്. ആ ഒരു ഗോൾ കീപ്പർ ഒരു ഷോർട്ട് സ്റ്റോപ്പർ മാത്രമായിട്ടല്ല, വളരെ ബുദ്ധിശാലിയായ ഒരു ഗോൾ കീപ്പറായിട്ട് തന്നെയാണ് ഇന്ന് കളിച്ചതെന്നുള്ളതാണ്. നിങ്ങളിൽ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് ഹാഫിൽ PSG-ക്കെതിരെ ബയൺ ആ ഒരു ഈക്വലൈസറിന് വേണ്ടി നല്ലോണം പുഷ് ചെയ്തുകൊണ്ടിരുന്ന സമയമുണ്ടല്ലോ. അപ്പൊ ചില അറ്റംപ്റ്റുകളൊക്കെ അവർ ഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ച് അതിനുശേഷം PSG-ക്ക് ഗോൾ കിക്കുകളൊക്കെ കിട്ടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ ഗോൾ കിക്കുകൾ ഒന്നും തന്നെ സഫനോവ് നേരെ അടിച്ചില്ലെന്നുള്ളതാണ്. നമുക്കറിയാം PSG-യുടെ ആ ഒരു ഫ്രണ്ട് ത്രീയില് ഒരു ബോൾ ഹോൾഡപ്പ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ഫോർവേഡൊന്നും അവർക്കില്ല. അവരുടെ ഫ്രണ്ട് ത്രീ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെ വെറുതെ ആ കിക്ക് അങ്ങനെ എടുത്ത് അവർക്ക് പൊസിഷൻ ഗിഫ്റ്റ് ചെയ്യണ്ടല്ലോ. അതുപോലെ തന്നെ പ്ലേ ഔട്ട് ചെയ്യാൻ ഇവർ ശ്രമിച്ചില്ല ബാക്കിൽ നിന്ന്. കാരണം ബയൺ അത്രയും നല്ലോണം പ്രസ് ചെയ്യും. നമുക്കറിയാം ഹോമിലാണ്, അവർക്ക് ആ ഒരു എനർജി ത്രൂ ഔട്ട് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ആ ഒരു റിസ്ക്കും എടുത്തില്ല. ഇത് രണ്ടും ചെയ്യാണ്ട് സഫനോവ് ചെയ്തത് ഗോൾ കിക്കുകൾ ആ ഒരു കോർണറിലേക്ക്, ആ ഒരു ഹാഫ് ലൈൻ്റെ അപ്പുറമുള്ള ആ ഒരു സൈഡിലേക്ക് ലിറ്ററലി ഔട്ട് പോകുന്ന രീതിയിൽ അടിച്ച് കളയായിരുന്നു. അപ്പൊ ടെക്നിക്കലി കുറച്ച് സമയം വേസ്റ്റ് ചെയ്യാം. അത് മാത്രമല്ല, അവർക്ക് വീണ്ടും പതുക്കെ പ്ലേ ബിൽഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ വരും. ഇങ്ങനെയാണ് എനിക്ക് ശരിക്കും ആ ഒരു സിറ്റുവേഷനിൽ ഫീൽ ചെയ്തത്. കാരണം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് PSG-യുടെ ഗോൾ കീപ്പർ അങ്ങനെ വെറുതെ പൊസിഷൻ കൺസീഡ് ചെയ്യണം? വെറുതെ ആ ബോൾ അടിച്ച് കളയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. എനിക്ക് ഒട്ടും തോന്നുന്നില്ല അതൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണെന്ന്. കാരണം ഒരു ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കിക്ക് കറക്റ്റ് ഒരു പ്ലെയറിൽ എത്തിക്കാനുള്ള ക്വാളിറ്റി എന്തായാലും ആ ഗോൾ കീപ്പറിലുണ്ട്. പക്ഷെ ഇത് കറക്റ്റ് ആ സ്പോട്ടിൽ തന്നെ രണ്ടെണ്ണം കറക്റ്റ് ആയിട്ട് അടിക്കണമെങ്കിൽ അത് മനഃപൂർവ്വം അടിച്ചതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സഫനോവ് എങ്ങനെയാണ് PSG-യുടെ ഫസ്റ്റ് ചോയ്സ് ആയതെന്നൊക്കെ നമുക്കറിയാം. ഈ സീസൺ തുടങ്ങുമ്പോൾ ഒരു സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പർ ആയിരുന്നു. പിന്നെ ലൂക്കസ് ഷെവലിയറിനെ റിപ്ലേസ് ചെയ്ത് ഈ ഒരു 2026 തുടങ്ങിയതിന്റെ ആ ഒരു സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു സമയത്ത് ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായി മാറുന്നു. ഇന്നും ഒരുപാട് നല്ല സേവുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പല സേവുകളും നമ്മൾ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ വരും. ബോൾ തട്ടിക്കളയുന്നത് കാണുമ്പോൾ വിചാരിക്കും അത്ര ഒരു കൺവിൻസിങ് ആയിട്ടുള്ളൊരു ഫിഗർ ആണോ, അത്രയും കോൺഫിഡൻസ് നൽകുന്ന ഒരു ഗോൾ കീപ്പർ ആണോ? ഞാൻ പറഞ്ഞ ജസ്റ്റ് വിഷ്വലി ആട്ടോ. ഇപ്പൊ അപ്പുറത്തെ ഗോളിൽ നമുക്കറിയാം മാനുവൽ നോയർ ആണ് നിൽക്കുന്നത്. നോയർ ഒരു ഗോൾ പോസ്റ്റിൽ നിൽക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് നമുക്കത് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. സഫനോവ് ശരിക്കും ആ ഒരു ഇംപ്രഷൻ ശരിക്കും നൽകാത്തൊരു ഗോൾ കീപ്പറാണ്. വലിയ കമാൻഡിങ് പ്രസൻസ് ഒന്നുള്ള ഒരു ഗോൾ കീപ്പർ അല്ല. പക്ഷെ എന്നിട്ടും കുറെ നല്ല സേവുകൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ കൊല്ലം PSG ആ ചാമ്പ്യൻസ് ലീഗ് അടിക്കുമ്പോൾ ഡോണറൂമയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. ആ ഒരു പ്ലെയർ ആ ക്ലബ്ബ് വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ചോയ്സ് ആയിരുന്ന സഫനോവ് ഇപ്പൊ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് PSG-യെ വീണ്ടും ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിരിക്കുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും PSG ഈ ഗോൾ കീപ്പറുടെ പെർഫോമൻസിൽ ഒരുപാട് ഹാപ്പി ആയിരിക്കും. ആ ഒരു ഡിസിഷൻ അവരെടുത്തല്ലോ, ഇയാളെ ഫസ്റ്റ് ചോയ്സ് ആക്കാനുള്ള ആ ഒരു ഡിസിഷനിൽ എന്തായാലും ലൂയിസ് എൻറിക്കെ കംപ്ലീറ്റ്ലി തൃപ്തനായിരിക്കും. ഇനി ഈ സഫനോവിന് ഒരു ചാൻസ് നൽകാണ്ട് ആ വല കുലുക്കിയ മനുഷ്യനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ഹാരി കെയ്ൻ. ഈ ലോകത്തിലെ ഇപ്പോഴത്തെ മോസ്റ്റ് കംപ്ലീറ്റ് സെന്റർ ഫോർവേഡ് കെയ്ൻ ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഹാരി കെയ്നിന് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ലെഫ്റ്റ് കൊണ്ട് അടിക്കാം, റൈറ്റ് കൊണ്ട് അടിക്കാം, ഹെഡ് ചെയ്യാം, ഇൻ ബിഹൈൻഡ് റണ്ണുകൾ മേക്ക് ചെയ്യാം, ചാനൽ റൺ ചെയ്യാം, ഡീപ്പായിട്ട് ഇറങ്ങി വന്ന് പ്ലേ ബിൽഡ് ചെയ്യാം. ഇന്ന് ലിറ്ററലി ഒരു ത്രോയിൻ വരെ അങ്ങേര് എടുക്കുന്ന ഞാൻ കണ്ടു. ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു സെന്റർ ഫോർവേഡ് ലോക ഫുട്ബോളിലുണ്ടോ? ആ ഒരു ഫിനിഷിന്റെ ക്വാളിറ്റിയും അതൊരു ഗോൾ കീപ്പറിന്. ഇപ്പൊ സഫനോവ് ഇത്രയും നല്ലോണം പെർഫോം ചെയ്തെന്ന് ഞാൻ പറഞ്ഞു, എന്നാലും അതൊരു അൺസ്റ്റോപ്പബിൾ ഫിനിഷ് തന്നെയായിരുന്നു. അതൊക്കെ ഒരു പ്രൂവൺ ഫിനിഷറിന് മാത്രമേ പറ്റുള്ളൂ. നമുക്കറിയാം കെയ്ൻ്റെ ഈ സീസണിലെ റെക്കോർഡ്, ചാമ്പ്യൻസ് ലീഗിലെ ഗോളടി റെക്കോർഡും ബുണ്ടസ് ലീഗിൽ അടിച്ചിരിക്കുന്ന ഗോളുകളും എല്ലാം നമുക്കറിയാം. ഈ ഒരു ഫോമിൽ കെയ്ൻ തുടരുകയാണെങ്കിൽ അത് ഇംഗ്ലണ്ടിന് വേൾഡ് കപ്പിൽ ഒരു വലിയ ബൂസ്റ്റ് ആയിരിക്കും എന്നുള്ളതിലൊരു സംശയമില്ല. ഇപ്പൊ യൂറോപ്യൻ ക്യാമ്പയിൻ ഇവിടെ അവസാനിച്ചു. ഇനിയും എനിക്ക് തോന്നുന്ന ബയണിന് ഡൊമസ്റ്റിക് ട്രബിൾ അടിക്കാനുള്ള ഒരു അവസരവും കൂടി ഉണ്ട്. ആ ഒരു ട്രബിളും കൂടെ അവരടിച്ച് ശരിക്കും അടുത്ത മാസത്തെ വേൾഡ് കപ്പിലേക്ക് കെയ്ൻ ഒരു പീക്ക് കണ്ടീഷനിൽ ഇംഗ്ലണ്ടിന് വേണ്ടി എത്തുകയാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ക്വാളിറ്റിയും തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെ ബെനിഫിറ്റ് ചെയ്യുമോ എന്നുള്ളതിൽ ഒരു സംശയമില്ല. നമ്മൾ ബയണിന്റെ കളി കാണുമ്പോൾ എപ്പോഴും നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ വിങ്ങേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്. ഡിയാസ് ആണെങ്കിലും ഒലീസ ആണെങ്കിലും രണ്ടുപേരും ഇൻസൈഡിലോട്ടൊക്കെ വന്ന് ഗോളുകളായിക്കോട്ടെ അസിസ്റ്റുകളായിക്കോട്ടെ എല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് നേടുന്ന ഒരു കാഴ്ച നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ആ ഒരു കാര്യത്തിൽ കെയ്നിന്റെ റോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മറക്കരുത്. കാരണം കെയ്ൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, കെയ്ൻ പല പ്ലേയേഴ്സിനെയും ഡ്രാഗ് ചെയ്യുക,
ഡീപ്പായിട്ടൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ അവരെ സെൻറ്റർ ബാക്സിനെയൊക്കെ ഒന്ന് ഡ്രാഗ് ചെയ്യുക, നല്ലോണം ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യുക. അങ്ങനെ കെയിൻ ചെയ്യുന്ന ആ ഓരോ മൂവ്മെന്റുകളിലാണ് പലപ്പോഴും ഈ വിങ്ങേഴ്സിനുള്ള ക്വാളിറ്റി. ഈ വിങ്ങേഴ്സ് ഓബിയസ്ലി 1-on-1 ഇൻക്രെഡിബിൾ ആണ്. അവർക്ക് ഈസി ആയിട്ട് പ്ലേയേഴ്സിനെയൊക്കെ ടേക്ക് ഓൺ ചെയ്ത് അവരുടേതായ ചാൻസുകൾ ഉണ്ടാക്കാം. പക്ഷേ കെയിൻ്റെ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. ബോക്സിനുള്ളിലായിക്കോട്ടെ ബോക്സിന് പുറത്തായിക്കോട്ടെ ഈ പ്ലെയർ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണെന്ന് എതിരാളികൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കെയിനെ മാർക്ക് ചെയ്യുക എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ, അതെപ്പോഴും പല ഡിഫൻസുകളെയും അൺസെറ്റിൽ ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഈ ഒരു മത്സരത്തിൽ ആക്ച്വലി PSG ഒരുപാട് നേരം അത് വളരെ നല്ലോണം ചെയ്തു. പക്ഷെ അവസാന നിമിഷം കെയിൻ ആ ക്വാളിറ്റി കാണിച്ചു എന്നുള്ളതാണ്. കറക്റ്റ് ആ ബോക്സിൽ ആ ഒരു സ്പേസ് കണ്ടെത്തി അങ്ങനെ ഒരു ഫിനിഷ്, ഞാൻ പറഞ്ഞല്ലോ അത് അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ലെഫ്റ്റ് ഫുട്ടിന് അത് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗോൾ കീപ്പറും സേവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ഒരു ഫിനിഷായിരുന്നു അത്. ആ പ്ലെയറിൻ്റെ ഒരു എക്സ്പീരിയൻസും ആ പ്ലെയറിൻ്റെ ഒരു ക്വാളിറ്റിയും. ഇപ്പം നമുക്കറിയാം കെയിൻ ഒരു കംപ്ലീറ്റ്ലി മെച്യൂർ ആയിട്ടുള്ള സ്ട്രൈക്കറായി മാറിക്കഴിഞ്ഞു. തൻ്റെ ക്വാളിറ്റികൾ എന്താണെന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരു സ്ട്രൈക്കറാണ്. ലൈക്ക് എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ഒപ്പോണന്റുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നൊക്കെ വളരെ സ്മാർട്ടായിട്ട് ചിന്തിച്ച് വളരെ ക്ലെവർ ആയിട്ട് കളിക്കുന്ന ഒരു സെൻറ്റർ ഫോർവേഡാണ്. ഇങ്ങനത്തെ ഒരു ഫോം എന്തായാലും ബയേണിനും ഇംഗ്ലണ്ടിനും ഇനിയും ഒരു മുതൽക്കൂട്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കെയിൻ്റെ കരിയർ ഈ ഒരു സീസൺ കൊണ്ടൊന്നും അങ്ങനെ ഒരു ഡിക്ലൈനിലേക്കൊന്നും പോകുമെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ ഒരു മനസ്സ് പറയുന്നത് ഇപ്പോഴും വേണമെങ്കിൽ കെയിന് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരാം. നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു അലൻ ഷീററിന്റെ റെക്കോർഡ് ആര് വെട്ടിക്കും എന്നുള്ള ചോദ്യത്തിന് ഹാരി കെയിനെ കൊണ്ട് അത് പറ്റുമോ എന്നുള്ളൊരു വലിയ ഡിബേറ്റ് ഉണ്ടായിരുന്നു. കാരണം ഒരു ഇംഗ്ലീഷ് സ്ട്രൈക്കറാണ്, നമുക്കറിയാം ആ ഒരു കമ്പാരിസൺ എന്തായാലും വരും. അപ്പം ടോട്ടനമിൽ നിന്നുകൊണ്ട് അത് പറ്റുമോ എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത സമ്മറിൽ ഒരുപക്ഷെ വേൾഡ് കപ്പിനൊക്കെ ശേഷം ബയൺ വിടുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ 1-2 ക്ലബ്ബുകൾക്ക് എന്തായാലും കെയിനെ സൈൻ ചെയ്യാനുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാവും. കെയിനെ അവിടെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. കെയിൻ എപ്പോൾ ഒരു മൂളലിട്ടാൽ മതി, ഒരു എസിൻ്റെ ഒരു വൈ എന്നുള്ള സംഭവം മാത്രം പറഞ്ഞാൽ മതി, അപ്പം തന്നെ അവിടെ നിന്ന് ഓഫർ വരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം പല ക്ലബ്ബുകളും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഐ തിങ്ക് കെയിൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ്. പ്രീമിയർ ലീഗിലോട്ട് എപ്പോഴെങ്കിലും റിട്ടയർമെന്റിന് മുമ്പ് തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇന്ന് ഇവഞ്ച്വലി കെയിൻ ആ ഗോൾ അടിച്ചെങ്കിലും ഈ കളിയുടെ ഉടനീളം ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ബയണിന് ഒരു ഗോൾ നേടാനാവില്ലെന്ന് തന്നെയാണ്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ആ ഡിഫൻസിൽ ആ പാച്ചോയിന്റെ പെർഫോമൻസ്. PSG വേണ്ടി പാച്ചോ കളിക്കുന്ന 100ാമത്തെ മത്സരമായിരുന്നു ഇത്. അത് മാത്രമല്ല ഈ രണ്ട് ടീമുകൾ ആക്ച്വലി കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പിൽ കളിച്ചിരുന്നു. മറ്റേ ചെൽസി കപ്പടിച്ച ക്ലബ് വേൾഡ് കപ്പ് ഉണ്ടല്ലോ, ആ ഒരു മത്സരത്തിൽ പാച്ചോവിന് ആക്ച്വലി റെഡ് കാർഡ് കിട്ടിയതൊക്കെയാണ് ഈ ഒരു ഫിക്ചറിൽ. PSG ജയിച്ച കളിയാണത്, പക്ഷെ ആ ഒരു മത്സരത്തിൽ പാച്ചോയ്ക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നു. എന്തായാലും ഇന്ന് ആ ഒരു ഡിഫൻസിൽ പാച്ചോ ഒരു വൻമതിൽ തന്നെയായിരുന്നു. ബയൺ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒരു 90 മിനിറ്റ് വരെ ആ ഒരു മതിൽ മുറിച്ചു കടക്കാനായില്ലെന്നുള്ളതാണ്. ക്രോസുകൾ ഇടാൻ ശ്രമിച്ചു, ഡയഗണൽ ബോളുകൾ കളിക്കാൻ ശ്രമിച്ചു, നേരെ കളിച്ചു കയറാൻ നോക്കി. ഇതൊക്കെ ചെയ്തിട്ടും അവിടെ പാച്ചോ എന്നുള്ള ആ ഒരു ഡിഫൻഡറിനെതിരെ ബയണിന് കളിയിൽ ഒരു ആൻസർ ഉണ്ടായില്ലെന്ന് തന്നെയാണ്. അവസാനം കെയിൻ്റെ ആ ഒരു വേൾഡ് ക്ലാസ് ക്വാളിറ്റി കൊണ്ട് ബയൺ ഒരു ഗോൾ നേടി. ആ ഒരു മൊമെന്റിൽ നമുക്കറിയാം പാച്ചോ കറക്റ്റ് അവിടെ എത്തേണ്ടതായിരുന്നു, പക്ഷെ കെയിൻ അപ്പോഴത്തേക്കും ആ ഒരു ഷോട്ട് അൺലീഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. കെയിൻ്റെ ക്വാളിറ്റി നമുക്കറിയാലോ, ടപ്പടപ്പയെന്ന് സാധനം അടിച്ച് എന്തായാലും വലയിലെത്തിച്ചു. കംപ്ലീറ്റ് മാൻ ഓഫ് ദ മാച്ച് എന്തായാലും പാച്ചോ ആണ്. ഈവൻ ഈ ഒരു മത്സരത്തിൽ ഇപ്പോഴും കൊടുക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും അടിപൊളിയായിട്ട് ആ ഒരു ഡിഫൻസിനെ മാർഷൽ ചെയ്തു, ആ ഒരു ഡിഫൻസിനെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നിർത്തി. ആ ബയൺ നമുക്കറിയാം അത് ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് അറ്റാക്കിംഗ് സൈഡ്സ് ആണ് ബയൺ. PSG മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഈ ഒരു മത്സരത്തിൽ നമുക്കറിയാം PSG ആ ഒരു ഫ്രീ ഫ്ലോയിങ് ഇതിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അവർക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ടായിരുന്നു. എവേ ഫ്രം ഹോം ആ ഒരു അറ്റ്മോസ്ഫിയർ, ബയൺ തുടക്കത്തിൽ കൊണ്ടുവന്ന ആ ഒരു എനർജി, ഇതെല്ലാം കാരണം PSG ബാക്ക് ഫുട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എപ്പോഴും അങ്ങനെ ഒരു പ്ലെയർ അവിടെ റിലയബിൾ ആയിട്ട് ബാക്കിൽ വേണോ എന്നുള്ളത് ഉറപ്പായിരുന്നു. ആൻഡ് യൂഷ്വലി നമുക്കറിയാം ഇങ്ങനെ ഫ്രീ ഫ്ലോയിങ് അറ്റാക്ക് കളിക്കുന്ന ടീമുകൾക്ക് ഇങ്ങനൊരു ചലഞ്ച് പലപ്പോഴും വരാറില്ല. ഇങ്ങനത്തെ ഒരു ബിഗ് ഗെയിമിൽ അങ്ങനെ ഒരു ചലഞ്ച് വരുമ്പോൾ ഒരു പക്ഷേ അവിടെ അടിപതറിയേക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ പാച്ചോ കൊണ്ടുവന്ന ആ ഒരു ഇമ്പാക്റ്റ്, അത് ആ PSG ബാക്ക് ലൈനിലെ മൊത്തത്തിലൊന്ന് ഒരു കോൺഫിഡൻ്റ് ആക്കി ഈ ഒരു മത്സരത്തിൽ അവർക്ക് നല്ലോണം പിടിച്ചു നിൽക്കാനായി എന്ന് തന്നെയാണ്. ആൻഡ് ഫൈനലി ഞാൻ ഇനി പറയാൻ പോകുന്നത്, ഈ പ്ലെയർ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം നമുക്കറിയാം അച്റഫ് ഹക്കീമി ഇഞ്ചേർഡാണ്. ആ ഒരു പൊസിഷനിലേക്ക്, റൈറ്റ് ബാക്കിലേക്ക്, ആ ഒരു അൺനാച്ചുറൽ റോളിലേക്ക് സൈർ എംറിയാണ് വന്നത്. ആൻഡ് ഇന്ന് ബയണിനെതിരെ ആ ഒരു ലൂയിസ് ഡിയാസ് ആണ് നമുക്കറിയാം ആ വിങ്ങി കളിക്കണേ.
കഴിഞ്ഞ ലെഗിൽ എങ്ങനെയാണ് ഡിയാസ് പെർഫോം ചെയ്തതെന്ന് അറിയാം. ഈ ഒരു മത്സരത്തിൽ റിട്ടേൺ ലെഗിൽ ഡിയാസിന് കളിക്കാൻ ഒരു വലിയ റോൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചായിരുന്നു. പക്ഷെ ആ ഡിയാസിനെ ഇന്ന് സൈർ എംറി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടെയ്ൻ ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു റൈറ്റ് ബാക്ക് റോളിൽ ഇതിനു മുമ്പും കളിച്ചിട്ടുണ്ട് ഈ പ്ലെയർ, കളിച്ചിട്ടില്ലെന്നല്ല. പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം അതൊരു നാച്ചുറൽ പൊസിഷൻ അല്ല അയാളെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ടും ഇത്രയും ടെൻസായ, ഇത്രയും ക്രൂഷ്യലായ, ഇത്രയും ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ സൈർ എംറി ആ ഒരു പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്തെന്നുള്ളത് ചില്ലറ കാര്യമല്ല. നമുക്കറിയാം ഹക്കീമിനെ PSG ലൈനപ്പിൽ റിപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു ടാസ്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഹക്കീമി ഈ ടീമിൽ കൊണ്ടുവരുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ ആ റണ്ണിലാണെങ്കിൽ കൂടി ലൂയിസ് എൻറിക്കയുടെ കീഴിലേക്ക് ഈ ടീം മാറിയതിന് ശേഷം ആ ഒരു റോളിൽ ഹക്കീമി കൊണ്ടുവന്നിരിക്കുന്ന ഔട്ട്പുട്ട് ഒബ്വിയസ്ലി വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റ് ബാക്കുകൾ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ലെവലിലാണ്, വേൾഡ് ക്ലാസ് ഔട്ട്പുട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് സൈർ എംറിയും ആ ഒരു വിങ്ങിൽ ഒബ്വിയസ്ലി ഒരുപാട് ഡിഫെൻഡ് ചെയ്യണം. ഹക്കീമി കളിക്കുന്ന പോലെ അത്രയും അറ്റാക്ക് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. പക്ഷെ എന്നിട്ടും പല സമയങ്ങളിലും സൈർ എംറി അറ്റാക്ക് ചെയ്തു. പക്ഷേ ആ ഒരു ഡിഫെൻസീവ് ഡ്യൂട്ടി അതിനാണ് ശരിക്കും ഫുൾ മാർക്ക് കൊടുക്കേണ്ടത്. പല സമയങ്ങളിലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു സ്റ്റാനിസിച്ചോ പാവ്ലോവിച്ചോ ആരോ ആയിട്ടൊരു ഷോൾഡർ ബാർജിൽ കംപ്ലീറ്റ്ലി ഇടിച്ച് നിലത്ത് വീണ് പോയി പുള്ളി. കാരണം ഫിസിക്കലി മുട്ടി നിൽക്കാൻ പറ്റില്ലല്ലോ ഈ പ്ലേയേഴ്സായിട്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. പക്ഷെ എന്നിട്ടും അത് കളിയുടെ തുടക്കത്തിലെങ്ങാണ്ടാണ്, തുടക്കത്തിലോ ഫസ്റ്റ് ഹാഫിലോ എപ്പോഴാണ്, എന്നിട്ടും ആ ഒരു പ്രഷർ ഫീൽ ചെയ്തില്ല പുള്ളിക്ക്. അല്ല, ഓൾറെഡി അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ അതൊരു എംബാരസിങ് മൊമെന്റ് ആണ് ശരിക്കും. 2 ഷോൾഡർ ബാർജ് ചെയ്യുമ്പോൾ ഉരുണ്ട് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചൊരു എംബാരസിങ് ആയിട്ടുള്ള മൊമെന്റ് ആയിട്ട് പലർക്കും ഫീൽ ചെയ്തേക്കാം. പക്ഷേ സൈർ എംറി അതിലൊന്നും തളർന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ത്രൂ ഔട്ട് ആ മത്സരത്തിൽ ആ ക്വാളിറ്റി കാണിച്ചു. സെക്കൻഡ് ഹാഫിലൊക്കെ ഒരുപാട് സമയം നമ്മൾ കണ്ടാണ്, നല്ല കുറേ മൂവ്മെന്റുകളൊക്കെ വന്നപ്പോൾ ഡിയാസിന്റെ കൂടെ തന്നെ നിന്ന് ഡിയാസിന് ആ ഒരു ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്പേസ് നൽകാണ്ടിരുന്നു, അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സമയം നൽകാണ്ടിരുന്നു. ആൻഡ് ഇൻക്രെഡിബിൾ പെർഫോമൻസ്. ശരിക്കും ഇങ്ങനൊരു മത്സരത്തിൽ വന്ന് എവേ ഫ്രം ഹോമും കൂടിയാണ്. നമുക്കറിയാം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനൊരു പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. ഇനിയിപ്പോ ഫൈനലിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഹക്കീമി തിരിച്ചു വരും എന്ന് തന്നെയായിരിക്കാം PSG പ്രതീക്ഷിക്കുന്നത്. അപ്പൊ മിക്കവാറും സൈർ എംറിനെ മിഡ്ഫീൽഡിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ഇന്ന് ഞാൻ എടുത്തു പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, സൈർ എംറിനെ ആ റൈറ്റ് ബാക്കിലേക്ക് ഇട്ടെങ്കിലും അപ്പൊ അവിടെ വന്നൊരു പ്ലെയർ ഉണ്ട്, ഫാബിയൻ റൂയിസ് അതിമനോഹരമായിട്ട് ഇന്ന് കളിച്ചു എന്നുള്ളത് തന്നെയാണ്. റൂയിസ് നമുക്ക് എപ്പോഴും അറിയാം, എപ്പോഴും ഒരു 7 or 8 out of 10 തരുന്ന പ്ലെയറാണ്. നമ്മൾ എപ്പോഴും അങ്ങനെ ഒരുപാട് നോട്ടീസ് ചെയ്തില്ലെങ്കിലും ഒരു മിനിമം സ്റ്റാൻഡേർഡിൽ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് റൂയിസ്. ഇന്ന് വന്നിട്ട് ആ നല്ലോണം പ്രഷറൊന്നും എന്താണ് ഈ പ്രസ്സിങ്ങിന്റെ അകത്തൊന്നും ഒട്ടും ഫീൽ ചെയ്യാത്ത പോലെ എനിക്ക് പലപ്പോഴും റൂയിസിനെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. എത്ര പ്രസ് ചെയ്താലും ആ ഒരു പ്രസ് റെസിസ്റ്റന്റ് ആയിട്ടാണ് കളിക്കുന്നത്, ഭയങ്കര ഈസി ആയിട്ടാണ് കളിക്കുന്നത്. ലൈക്ക് എത്ര ഇന്റൻസ് അറ്റ്മോസ്ഫിയർ ആണ്, എത്ര ഇന്റൻസിറ്റിയിലാണ് കളിക്കുന്നതെങ്കിലും പുള്ളിയുടെ ഒരു മൂഡിൽ അങ്ങോട്ട് കളിച്ചോളും. ഇന്നും അതുപോലെ തന്നെ കളിച്ചു. എന്തായാലും ഈ 2 പ്ലെയേഴ്സും മിക്കവാറും ഫൈനലിന്റെ ആ ഒരു ഹക്കീമി തിരിച്ചു വരികയാണെങ്കിൽ ഒരുപക്ഷെ റൂയിസ് പുറത്തിരിക്കേണ്ടി വരും, സൈർ എംറി മിഡിലോട്ട് കളിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കറിയാം ആർസണലിന്റെ മിഡിൽ ഡെക്ലൻ റൈസ് ഉണ്ട്. ഇന്നലെ റൈസിനെ കുറിച്ച് വാദോരാതെ സംസാരിച്ചതാണ്. അപ്പം ആരായിരിക്കും റൈസിനെതിരെ നേരിടാൻ പോകുന്നത്? സൈർ എംറി ആയിരിക്കുമോ മിഡ്ഫീൽഡിൽ, അതോ റൂയിസ് ആയിരിക്കുമോ? ബാക്കി 2 മിഡ്ഫീൽഡ് പൊസിഷൻ എന്താണെന്ന് നമുക്ക് PSG അറിയാം. നെയിൽ ഡൗൺ ആണ്, വിറ്റീനിയ ജോവനെവസ്, അത് നമുക്കറിയാം. അപ്പം ആ ഒരു 3ാമത്തെ മിഡ്ഫീൽഡ് റോളിൽ ആരായിരിക്കും? ഡെക്ലൻ റൈസിനെതിരെ ഒരു കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ അതാരും ഡെക്ലൻ റൈസും തമ്മിലായിരിക്കും ആ ഒരു 3ാമത്തെ മിഡ്ഫീൽഡ് റോളിൽ നിന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതൊരു ഇന്റൻസ് ബാറ്റിൽ തന്നെയായിരിക്കും. എന്തായാലും ഇതാണ് ഈ മത്സരത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ 5 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് വീഡിയോകളെ കുറിച്ചും പ്രീമിയർ ലീഗ് വീഡിയോയെ കുറിച്ചും ഒക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ചാനലിൽ ഇതിനധികം എൻഗേജ്മെന്റ് ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും കാണുന്ന കുറച്ച് പേര്, ഒരു 5-6 പേര് കമന്റ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അടുത്ത സീസണിൽ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയേക്കാം. കാരണം കുറച്ചും കൂടെ ഈ കോർ ഓഡിയൻസിന് മാത്രമായിട്ടുള്ളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ചാനലിൽ കൂടുതലുള്ള ആൾക്കാരും ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതങ്ങനെ വെച്ചിട്ട് വേറൊരു സംഭവമായിട്ട് തുടങ്ങിയാലോ എന്നുള്ളൊരു ആലോചനയിലാണ് ഞാൻ. നിങ്ങൾ എന്തായാലും അതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.